നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു ഗ്രഹനില പരിചയപ്പെടാം. ഒരു പ്രശസ്തയായ ഒരു വനിതാ ഡോക്ടറുടെ ഗ്രഹനില. അപ്പോൾ ഡോക്ടറാവാനുള്ള വൈദ്യമേഖലയിലെ പഠനം ഒരു കുട്ടിക്ക് സാധ്യമാകുമോ ഇല്ലയോ എന്ന് ഗ്രഹനില നോക്കി നമുക്കെങ്ങനെ കണ്ടെത്താൻ കഴിയും? ഈ ശുക്രനൊഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും വൈദ്യമേഖലയുമായി ബന്ധപ്പെട്ട സൂചന തരുന്നുണ്ട്. ഒന്ന്, രവി എന്ന് പറഞ്ഞാൽ വൈദ്യകാരകനാണ്. ഒരു ഗ്രഹത്തിന് ഒരു കാരകത്വം മാത്രമല്ല ഉള്ളത്, ഒട്ടനവധി കാരകത്വങ്ങൾ ഉള്ളതിൽ രവിക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വൈദ്യകാരകത്വമുണ്ട്. ചന്ദ്രനും ഗുരുവിനുമാണ് ഔഷധകാരകത്വം കൊടുത്തിട്ടുള്ളത്. കുജന് രോഗസൂചനയും ശസ്ത്രക്രിയ ആ ഉപകരണങ്ങളുടെയും കാരകത്വം. ശനിക്ക് മരണകാരകത്വം. ബുധന് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവും കാര്യങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ വിന്യാസം രാശിചക്രത്തിൽ ലഗ്നവുമായി ബന്ധപ്പെട്ട് നോക്കി നമുക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തുലാ ലഗ്നം, 2-ൽ ഗുരു, 5-ൽ ശനി, 10-ൽ ചന്ദ്രൻ, രവിയും ബുധനും ശുക്രനും 11-ൽ 12 കുജൻ. ആദ്യം നമ്മളൊരു ജാതകം എടുക്കുമ്പോൾ ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കും. ലഗ്നാധിപനായ ശുക്രൻ 11-ൽ ആശ്രയ രാശ്യാധിപനായ രവിയോടും വിദ്യാകാരകനും ശുഭനുമായ ബുധനുമായി യോഗം ചെയ്തു നിൽക്കുന്നു. ആയുധകല എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഓപ്പറേഷൻ ചെയ്യുന്നതും ആയുധകല തന്നെയാണ്. അതൊരു കലയാണ്. ആയുധകലകളിൽ നിന്നും രംഗകലകളിൽ നിന്നും പണം സമ്പാദിക്കും. രവി ശുക്ര യോഗം ഉണ്ടെങ്കിൽ ശുക്ര ബുധയോഗം നല്ലതാണ്. രവി ബുധയോഗം നിപുണയോഗം ചെയ്തു നിൽക്കുന്നു. 3 ഗ്രഹങ്ങൾക്കും 11 എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലതെന്ന് പറഞ്ഞ പോലെ 11 ഗ്രഹസംഗമം, ആശ്രയ രാശ്യാധി 11-ാം ഭാവപതി അടക്കമുള്ള ഗ്രഹങ്ങൾ അങ്ങനെ വിന്യസിക്കപ്പെട്ട് കിടക്കുന്നു. ഇനി അടുത്ത് ഏത് മേഖലയിലാണ് പഠിക്കേണ്ടതെന്ന് അറിയുന്നതിന് മുമ്പ് വിദ്യ കിട്ടുമെന്നല്ലേ അറിയേണ്ടത്. 2-ാം ഭാവം, 2-ാം ഭാവപതി, 2-ൽ നോക്കുന്ന ഗ്രഹങ്ങൾ ബുധൻ. 6-ാം ഭാവപതി, 3-ഉം 6-ഉം ഭാവപതി, 6 രോഗസ്ഥാനത്തിൻ്റെ കൂടെ സൂചന തരുന്ന 6-ാം ഭാവപതി, പ്രത്യേകിച്ച് ഗുരുവിന് 2 നല്ലതാണ്. 2-ൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. 2-ലേക്ക് മരണസൂചകനായ ശനിയുടെ ദൃഷ്ടി. 2-ാം ഭാവപതി 12-ൽ ശനിയുടെയും 6-ാം ഭാവപതിയുടെയും ഒക്കെ ബന്ധം വന്നിരിക്കുന്നു. 2-ഉം 12-ഉം തമ്മിൽ 2-ാം ഭാവപതി 12. 8-ാം ഭാവപതി തന്നെയാണ് ലഗ്നാധിപനം. ആ കണക്ഷൻ നോക്കൂ. ഈ കണക്ഷൻ എല്ലാം കൂടെ 10-മായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും പഠിച്ചാൽ പോരല്ലോ, തുള്ളിയണ്ടേ ആണ്. 10-ാം ഭാവപതി ചന്ദ്രൻ 10-ൽ സ്വക്ഷേത്ര ബലവാനായി. ഇവിടെ 2-ൽ നിന്നുകൊണ്ട് ഗുരു, 6-ാം ഭാവപതിയായ ഗുരു 2-ൽ നിന്നുകൊണ്ട് ഈ 10-ലേക്ക് ദൃഷ്ടി. ഗുരു നിൽക്കുന്ന രാശിയിലോട്ടുള്ള 9-ലേക്ക് ഉള്ള ദൃഷ്ടി, ലഗ്നാ 10-ലേക്കുള്ള ദൃഷ്ടി. 1, 12, 6, 8, 10 ഈ ബന്ധങ്ങൾ, ഈ ഗ്രഹങ്ങളുടെ എല്ലാം വിന്യാസം ഇവര് വൈദ്യമേഖലയിൽ പഠിക്കാൻ അനുയോജ്യമായ വ്യക്തിത്വമാണെന്നും അതിൽ ശോഭിക്കാൻ കഴിയുമെന്നും ആ മേഖലയിൽ വൈദഗ്ധ്യത്തോടെ പണിയെടുക്കുമെന്നും കർമ്മരംഗത്തിൽ മുഴുകുമെന്നുമാണ്
ഇതിൽ നിന്ന് കിട്ടുന്ന സൂചന അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ജ്യോതിഷിയുടെ ധർമ്മം, ഈ സമൂഹത്തോടുള്ള ധർമ്മം എന്താ വെച്ചാൽ, ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ +2 കഴിയുമ്പോഴത്തേക്കും ഏത് മേഖലകളിലാണ് ഈ കുട്ടി ചെന്നാൽ ശോഭിക്കുക, പഠിക്കാൻ വാസന ഉണ്ടാകുക എന്ന് രക്ഷകർത്താക്കൾക്കും ആ കുട്ടിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും അനവധിയായ ലൈക്കുകൾ തന്നെ പ്രോത്സാഹിപ്പിച്ചാൽ ഇതുപോലുള്ള ഗ്രഹനിലകളുമായി ഞാൻ ഇനിയും വരും. നന്ദി.